ഇറാനിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും അറിയാൻ നമ്മൾ അത്യന്തം ആകാംക്ഷ കാണിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ നമുക്കത് സംബന്ധിച്ച് വളരെ വലിയ ക്യൂരിയോസിറ്റിയുമുണ്ട്. ഇന്നിപ്പോൾ ഇറാൻ മന്ത്രിസഭയിലെ 19 അംഗ ക്യാബിനറ്റ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. ഞാൻ ഈ മന്ത്രിസഭയുടെ ലിസ്റ്റും ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവും എന്താണ് എന്നത് സംബന്ധിച്ച് ഒന്ന് ചികഞ്ഞ സമയത്ത് എനിക്ക് വളരെയധികം കൗതുകം തോന്നി. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ 19 അംഗങ്ങളും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് എന്നതാണ്. മറ്റൊരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഇവരിൽ പലരും രാഷ്ട്രീയക്കാരെ അല്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇവരിൽ പലരും ബ്യൂറോക്രാറ്റുകളും കഴിഞ്ഞ സർക്കാരുകളെ വിമർശിച്ച ആളുകളും സർക്കാരിൻ്റെ നിശിത വിമർശകരും നിലവിലെ അവിടുത്തെ യാഥാസ്ഥിക വിഭാഗത്തിൻ്റെ കടുത്ത എതിർപ്പുകൾ നേരിടുന്ന ആളുകളും ഒപ്പം തന്നെ പലതരത്തിൽ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉള്ള ആളുകളും ഒക്കെ ഈ മന്ത്രിസഭയിൽ ഉണ്ട് എന്നതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായിരുന്നാലും നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഇപ്പോൾ ഇറാൻ്റെ പുതിയ പ്രസിഡൻ്റായി മസൂദ് പെഷസ്കിയാൻ അധികാരമേറ്റെടുത്ത ശേഷം അദ്ദേഹം ആദ്യം പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗം തന്നെ വളരെയധികം ശ്രദ്ധേയമാണ്. ദേശീയ ഐക്യം സൃഷ്ടിക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്നാണ് പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ ആദ്യം പറഞ്ഞത്. പരിഷ്കരണവാദിയായാണ് പെഷസ്കിയാൻ അറിയപ്പെടുന്നത്. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന പരിഷ്കരണം എന്നത് സംബന്ധിച്ച് മലയാളത്തിലെ മാധ്യമങ്ങൾ അത് പാശ്ചാത്യ സംസ്കാരങ്ങളോട് വരെ താരതമ്യപ്പെടുത്തിയിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പരിഷ്കരണം എന്നത് രാജ്യത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളും ശൈലികളും അതിലെ വൈവിധ്യവും ഒക്കെ ആയാണ് എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങളിൽ പ്രമുഖർ പങ്കുവച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പരിഷ്കരണ സ്വഭാവം സഹമന്ത്രിമാർക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും എന്നുമൊക്കെയുള്ള അഭ്യൂഹങ്ങളും പരന്നിരുന്നു. അതേസമയം തന്നെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖുമേനിയുമായി ചേർന്ന് പോകാൻ പ്രയാസമുള്ള ആളുകൂടിയാണ് പെഷസ്കിയാൻ എന്ന ചർച്ചകളും ഉയർന്നു വന്നിരുന്നു. അതിനെ അടിവരയിട്ടുകൊണ്ടാണ് പാർലമെൻറ്റിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗം. എല്ലാവരും പിടിവാശി കുറഞ്ഞവരായിരിക്കുക, സമാനതകളില്ലാത്ത വീക്ഷണങ്ങളോട് വിശാലമായ മനസ്സോടെയുള്ള സമീപനമാണ് നിങ്ങളിൽ നിന്ന് എനിക്ക് വേണ്ടത്. ഇന്ന് ഞാൻ പ്രസിഡന്റാണ്, പക്ഷേ ഒരിക്കൽ പാർലമെൻറ്റിൽ മത്സരിക്കാൻ ഞാൻ അയോഗ്യനായിരുന്നു. മാർച്ചിൽ നടന്ന അഥവാ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇറാൻ്റെ ഭരണഘടനാ കൗൺസിൽ തൻ്റെ പ്രാഥമിക യോഗ്യതയെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം അക്കാര്യം വെളിപ്പെടുത്തുകയുണ്ടായി. വിപ്ലവത്തോടും നേതാവിനോടും ഉള്ള എൻ്റെ ആഴമായ ബഹുമാനവും വാത്സല്യവും ഉണ്ടായിരുന്നിട്ടും അതെനിക്ക് സംഭവിച്ചു എന്ന ആ ഒരു പ്രസംഗം തന്നെ ഈ ആയത്തുള്ള ഖുമേനിയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ നിർണായക ഘട്ടത്തിൽ പാർലമെൻറ്റിൻ്റെ ഒന്നടങ്കമുള്ള MP-മാരുടെ പിന്തുണ ഉണ്ടാകുമ്പോഴേ അന്താരാഷ്ട്ര തലങ്ങളിൽ പ്രസിഡന്റിന് കൂടുതൽ സ്വീകാര്യത വരൂ എന്നും ഈ നിർണായക ഘട്ടം മറികടക്കാൻ കഴിയൂ എന്നുമൊക്കെയാണ് അദ്ദേഹത്തിന് പിന്തുണയർപ്പിച്ചുകൊണ്ട് MP-മാർ പെഷസ്കിയാൻ്റെ സ്ഥാനാരോഹണ ശേഷം പാർലമെൻറ്റിൽ സംസാരിച്ചിട്ടുള്ളത്. അതേസമയം പ്രഖ്യാപിക്കപ്പെട്ട മന്ത്രിസഭയ്ക്കെതിരെ യാഥാസ്ഥിക വിഭാഗത്തിൻ്റെ രൂക്ഷമായ വിമർശനമാണ് സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിലുമൊക്കെ നടക്കുന്നത് എന്നത് മന്ത്രിസഭയുടെ തിളക്കം കെടുത്തുന്ന എന്ന അഭിപ്രായം കൂടി ഇറാൻ ഇൻ്റർനാഷണൽ എന്ന ഒരു പത്രം പങ്കുവച്ചിട്ടുണ്ട്. പുതുമുഖങ്ങളെയും യുവാക്കളെയും വനിതകളെയും ഉൾപ്പെടുത്തിയിട്ടും ഈ വിമർശനം വന്നത് മന്ത്രിമാരിൽ പലരും ബ്യൂറോക്രാറ്റുകളായിരുന്നു എന്നതും രാഷ്ട്രീയക്കാർ അല്ലായിരുന്നു എന്നതിനെ തുടർന്നുമൊക്കെയാണ് എന്നുമൊക്കെയാണ് പത്രം പറയുന്ന മറ്റു കാര്യം. ഏതായിരുന്നാലും ഇറാൻ മന്ത്രിസഭ ക്യാബിനറ്റിലെ അംഗങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അവരെ നമ്മൾ വിശദമായിട്ട് പരിചയപ്പെടാൻ പോവുകയാണ്. ഒന്നാമതായി അലിയാബാദി അബ്ബാസ് എന്ന മന്ത്രിയാണ്. ഊർജ്ജ മന്ത്രാലയത്തിൻ്റെ ചുമതലയാണ് അദ്ദേഹത്തിനുള്ളത്. 62കാരനാണ്, മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. വ്യവസായ ഖനി വ്യാപാര മന്ത്രിയായി 2023 ജൂണിൽ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അദ്ദേഹത്തെ നിയോഗിച്ചിരുന്നതാണ്. കൂടാതെ പെഷസ്കിയാൻ തൻ്റെ നോമിനികളിൽ നിലനിർത്തിയ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ 3 മന്ത്രിമാരിൽ ഒരാൾ ഇദ്ദേഹമാണ് എന്നതാണ്. രണ്ടാമത്തെയാൾ അരാഗ്നി അബ്ബാസ് ആണ്. വിദേശകാര്യ ചുമതലയാണ് അദ്ദേഹത്തിനുള്ളത്. 2017നും 2021നും ഇടയിൽ മന്ത്രാലയത്തിൻ്റെ രാഷ്ട്രീയ ഡെപ്യൂട്ടിയായി സേവനമനുഷ്ഠിച്ച 62കാരൻ. മുൻ പ്രസിഡന്റ് അഹമ്മദ് നജാദിന്റെ കടുത്ത ആശയങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നയാൾ. 1980കളിലെ ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ വിപ്ലവകാടായി സേവനമനുഷ്ഠിച്ച വ്യക്തി. സയ്യിദ് ജലീലിയുടെ നേതൃത്വത്തിലുള്ള ആണവ ചർച്ചാ സംഘത്തിലും ഇദ്ദേഹം അംഗമായിരുന്നു. മൂന്നാമത്തെയാൾ അച്ബാഖ് മുഹമ്മദ് എന്നയാളാണ്. വ്യവസായ ഖനി വ്യാപാര മന്ത്രാലയം, 62കാരൻ. US-ൽ വിദ്യാഭ്യാസമുള്ള സിവിൽ എഞ്ചിനീയറും സ്വകാര്യ മേഖലയുടെ പാർലമെന്റ് എന്ന് വിളിക്കപ്പെടുന്ന ടെഹ്റാൻ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ മുൻ വൈസ് പ്രസിഡന്റുമാണ് ഇദ്ദേഹം. മറ്റൊരാൾ ഡോണി യമാലി അഹമ്മദാണ്. കായിക യുവജന മന്ത്രാലയം, 64കാരൻ.
നിയമനിർമ്മാണവും മുൻ ടെഹ്റാൻ സിറ്റി കൗൺസിൽ അംഗവും ഇറാന്റെ കനോയിങ് ഫെഡറേഷൻ ചെയർമാനുമായിരുന്നു. മറ്റൊരാൾ ഹാഷിമി സത്താറാണ്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ ചുമതലയാണ്. സരിഫിന്റെ നേതൃത്വത്തിലുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്ത അധികം അറിയപ്പെടാത്ത ഒരു ടെക്നോക്രാറ്റാണ് ഇദ്ദേഹം. 2019-നും 2021-നും ഇടയിൽ ഹസൻ റുഹാനിയുടെ കീഴിലുള്ള മുൻ കമ്മ്യൂണിക്കേഷൻ മന്ത്രി അഹമ്മദ് ജാവാദ് അസരി റഹ്മോയിയുടെ ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ ഡെപ്യൂട്ടി ആയി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും ബന്ധമുള്ള ആളല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരാൾ ഹമ്മട്ടി അബ്ദുൽ നാസറാണ്. സാമ്പത്തിക ധനകാര്യ മന്ത്രാലയം, ഇറാന്റെ സെൻട്രൽ ബാങ്കിന്റെ മുൻ ഗവർണർ. 2021-ലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായിരുന്നു ഇദ്ദേഹം. ഹെമട്ടി പരിഷ്കരണവാദികളായ സെർവൻസ് ഓഫ് കൺസ്ട്രക്ഷൻസ് പാർട്ടിയിലെ അംഗമാണ്. 2021-ലെ തെരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടി ഉൾപ്പെടെ ചില പരിഷ്കരണവാദികൾ മാത്രമാണ് അദ്ദേഹത്തെ പിന്തുണച്ചത് എന്നതും നമ്മൾ എടുത്തു പറയണം. വെറും 3% വോട്ട് നേടി 4ാം സ്ഥാനത്തായിരുന്നു അദ്ദേഹം. കാസിമി അലി റേസ, വിദ്യാഭ്യാസ മന്ത്രി, 59-കാരൻ. ഫിലോസഫി ഓഫ് സയൻസിൽ PhDയും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും നേടി. റുഹാനി റൈസി ഭരണകൂടങ്ങളിൽ വിദ്യാഭ്യാസ ഉപമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. നിലവിൽ ഇറാന്റെ ഡ്രഗ് കൺട്രോൾ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഡെപ്യൂട്ടി ചുമതല വഹിക്കുന്ന ആളാണ്. അടുത്തത് ഖത്തീബ് ഇസ്മായിൽ, ഇന്റലിജൻസ് മന്ത്രാലയം, 63-കാരൻ. ഇബ്രാഹിം റൈസിയുടെ ഭരണത്തിൽ രഹസ്യാന്വേഷണ മന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തെ പെഷസ്കിയാൻ നിലനിർത്തി. നിലവിൽ ഏറെ വിമർശനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിൽ ഉൾപ്പെടെ പഴി കേൾക്കുന്ന ഒരാൾ. മെയ്താരി അഹമ്മദ്, സഹകരണ തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രാലയ മന്ത്രി, 61-കാരൻ. സോഷ്യലിസ്റ്റ്, സാമ്പത്തിക ശാസ്ത്രജ്ഞനും മുൻ പരിഷ്കരണ നിയമ നിർമ്മാതാവുമാണ് അദ്ദേഹം. തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ പെഷസ്കിയാന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായി പ്രത്യക്ഷപ്പെട്ട മിതാരി, അദ്ദേഹം നിയമനിർമ്മാതാവായിരുന്നപ്പോൾ പരമോന്നത നേതാവ് അലി ഖംനയുടെ നയങ്ങളെ രൂക്ഷമായി എതിർത്തതിൻ്റെ റെക്കോർഡ് കാരണം കടുത്ത ആധിപത്യമുള്ള പാർലമെന്റിൽ നിന്ന് കാര്യമായ എതിർപ്പ് നേരിടേണ്ടി വന്നേക്കാം എന്ന് വിശകലനം ചെയ്യപ്പെടുന്ന ആളാണ്. മൊമേനി എസ്കന്ദർ, ആഭ്യന്തരമന്ത്രി. ബ്രിഗേഡിയർ ജനറൽ എസ്കന്ദർ മൊമേനി 62-കാരനാണ്. റവല്യൂഷണറി ഗാർഡിൽ നിന്നുള്ള ലോ എൻഫോഴ്സ്മെന്റ് ഫോഴ്സിന്റെ മുൻ ഡെപ്യൂട്ടി ചീഫുമാണ്. 2018 മുതൽ ഡ്രഗ് കൺട്രോൾ ടാസ്ക് ഫോഴ്സിന്റെ സെക്രട്ടറിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ക്യാബിനറ്റ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരിൽ ഏറ്റവും വിവാദപരമായ വ്യക്തി കൂടിയാണ് മൊമേനി. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തലവനായി ഒരു സൈനിക വ്യക്തിയെ നിയമിക്കുന്നതിൽ ജാഗ്രത പുലർത്തുന്ന മിക്ക പരിഷ്കരണവാദികളും അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശത്തെ എതിർത്തുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അദ്ദേഹത്തെ മാറ്റാൻ പെഷസ്കിയാൻ ആലോചിക്കുന്നതായി ഇതിനോടകം തന്നെ പലതരത്തിലുള്ള ചർച്ചകളും പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നതിന് പലരും ഇദ്ദേഹത്തെ ഉത്തരവാദിയായി കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതിഷേധക്കാരെ ലഹളക്കാർ എന്ന് അദ്ദേഹം ആവർത്തിച്ച് വിശേഷിപ്പിച്ചതും ഇറാനികളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. പോലീസ് സദാചാര പെട്രോളിങ്ങുകൾ ഹിജാബ് നിർബന്ധമാക്കുന്നതിനെ പ്രസിഡന്റ് പെഷസ്കിയാൻ വിമർശിക്കുകയും എതിർക്കുകയും ഒക്കെ മുൻപ് ചെയ്തിട്ടുണ്ട് എന്നതുകൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഒരാൾ മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും ഇവർ തമ്മിലുള്ള ഒരു അൽഗോരിതം എന്ന് നമുക്ക് പിന്നീട് പറയാൻ കഴിയും. എന്നാൽ അത്തരം നടപടികളെ പ്രതിരോധിക്കാൻ മൊമേനി അറിയപ്പെടുന്ന ആളാണ് എന്നും പറയപ്പെടുന്നുണ്ട്. അടുത്തയാൾ നാസിർ സാൻഡെ അസീസ് എന്ന പ്രതിരോധ മന്ത്രാലയത്തിന്റെ ചുമതലക്കാരനായ 59-കാരനാണ്. ബ്രിഗേഡിയർ ജനറൽ നസീർ സാദെ നിലവിൽ ആംഡ് ഫോഴ്സ് ജനറൽ സ്റ്റാഫിൽ ഡെപ്യൂട്ടി ചീഫാണ്. 2018-നും 2021-നും ഇടയിൽ ഡെപ്യൂട്ടി എംഫോഴ്സ് കമാൻഡറായി സേവനമനുഷ്ഠിച്ച ഇറാന്റെ സാധാരണ ആർമിയിൽ നിന്നാണ് ഇദ്ദേഹം വരുന്നത്. മറ്റൊരാൾ നൗരി ഗസൽജെ ഗോലാം റേസ, കൃഷി മന്ത്രാലയമാണ്. നിലവിൽ നിയമനിർമ്മാതാവായ ഗൗരി ഗസൻജെ 54-കാരനാണ്. പരിഷ്കരണവാദികളായ സെർവൻസ് ഓഫ് കൺസ്ട്രക്ഷൻസ് പാർട്ടിയിലെ അംഗം കൂടിയാണ്. പെഷസ്കിയാനോടൊപ്പം അദ്ദേഹം പാർലമെന്റിന്റെ സ്വതന്ത്രരുടെ വിഭാഗവും സ്ഥാപിച്ചു. കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ PhD നേടിയ അദ്ദേഹം ഡെപ്യൂട്ടി കൃഷി മന്ത്രിയായി സേവനമനുഷ്ഠിച്ചതിൻ്റെ റെക്കോർഡും കൂടിയുണ്ട്. പക് നജാദ് മൊഹസൈൻ, എണ്ണ മന്ത്രാലയം, 57-കാരൻ. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം. 1991-ൽ എണ്ണ മന്ത്രാലയത്തിൽ ചേർന്ന അദ്ദേഹം പ്രസിഡന്റ് ഹസൻ റുഹാനിയുടെ ഭരണത്തിൽ 2018-നും 2021-നും ഇടയിൽ ഡെപ്യൂട്ടി മന്ത്രി ഉൾപ്പെടെ വിവിധ സ്ഥാനങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പാർലമെന്റ് അംഗീകരിച്ചാൽ സർക്കാർ ഇന്ധന സബ്സിഡികളിൽ അനിവാര്യമായ കുറവും വിലക്കയറ്റത്തിൻ്റെ രാഷ്ട്രീയമായ അസ്ഥിരമായ പ്രശ്നവും ഉൾപ്പെടെയുള്ളവ വെല്ലുവിളികളെ പക്നാജ് അഭിമുഖീകരിക്കേണ്ടി വരും എന്നതും
എടുത്തു പറയേണ്ട ഒന്നാണ്. ഉപരോധം മൂലം ഇറാന്റെ എണ്ണ വ്യവസായം നേരിടുന്ന വലിയ പ്രശ്നങ്ങളും അദ്ദേഹം അഭിമുഖീകരിക്കുന്നു. റുഹാനിയുടെ രാഷ്ട്രീയ വൃത്തവുമായി അടുത്ത ബന്ധം കൂടിയുള്ള ആളാണ് ഇദ്ദേഹം. മറ്റൊരാൾ റഹീമി അമീൻ ഹുസൈനാണ്. നീതിന്യായ മന്ത്രാലയം. ഇബ്രാഹിം റൈസിയുടെ സർക്കാരിലെ പെഷസ്കിയാൻ നിലനിർത്തിയ 3 മന്ത്രിമാരിൽ മറ്റൊരാൾ, 56-കാരൻ. ഈ റഹീമിക്ക് രാഷ്ട്രീയ പാർട്ടികളുമായി ഒരു ബന്ധവും ഇല്ല എന്നതും നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സദീഖ് മവൽജഡ് ഫർസാനെ, റോഡ് നഗര വികസന മന്ത്രാലയം. പെഷസ്കിയാന്റെ നിർദ്ദിഷ്ട ക്യാബിനറ്റിലെ ഏക വനിതാ നോമിനേഷൻ, 48-കാരി. സാലിഹി അബ്ബാസ്, സംസ്കാരവും ഇസ്ലാമിക മാർഗനിർദ്ദേശങ്ങളും. 2013-നും 2017-നും ഇടയിൽ ഹസൻ റുഹാനിയുടെ മന്ത്രിസഭയിലെ മുൻ സാംസ്കാരിക ഇസ്ലാമിക് മാർഗനിർദ്ദേശ മന്ത്രിയാണ് സാലിഹി, 61-കാരൻ. നിലവിൽ എട്ടലോത്ത് ന്യൂസ് പേപ്പർ ഇൻഡസ്ട്രീസിൻ്റെയും ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ഇസ്ലാമിക് ഡിനോമിനേഷൻസിൻ്റെയും തലവനാണ്. ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് ഇപ്പോൾ ഇറാൻ മന്ത്രിസഭയിൽ ക്യാബിനറ്റ് മന്ത്രിമാരായി ചുമതലയേറ്റിരിക്കുന്നത്. വലിയ വിമർശനം യാഥാസ്ഥിക വിഭാഗത്തിൽ നിന്നും ഈ മന്ത്രിസഭ നേരിടുന്നു എന്നത് ഈ യുദ്ധഘട്ടത്തിലും ഇറാൻ സർക്കാർ എങ്ങനെ മറികടക്കും എന്നതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇറാൻ പ്രസിഡന്റിന് ഈ ഒരു ഘട്ടത്തിൽ അന്താരാഷ്ട്ര തലങ്ങളിൽ വലിയ സ്വീകാര്യത വേണമെങ്കിൽ പാർലമെൻറ്റ് ഒന്നടങ്കം പ്രസിഡന്റിന് പിന്തുണ സമർപ്പിക്കണമെന്ന് MP-മാർ പാർലമെൻറ്റിനകത്ത് പ്രസംഗിച്ചിരിക്കുന്നത്. ഒപ്പം എന്നോടൊപ്പം എല്ലാവരും ഉണ്ടാവണമെന്ന് പ്രസിഡന്റ് അംഗങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഇറാൻ രാഷ്ട്രീയം വളരെ വ്യതിരിക്തമായ ചില സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് മുൻപ് തന്നെ വളരെയധികം പ്രശസ്തമാണ്. എന്നിരുന്നാലും വരുന്ന 4 വർഷം എങ്ങനെയായിരിക്കും ഈ മന്ത്രിസഭ പ്രവർത്തിക്കുക? അതോടൊപ്പം തന്നെ ഈ മന്ത്രിസഭയുടെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു യുദ്ധമുഖത്ത് രാജ്യം നിലയുറപ്പിക്കുകയാണ്. യാഥാസ്ഥിക വിഭാഗത്തെയും പുരോഗമന വിഭാഗത്തെയും എങ്ങനെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകുന്നു എന്നതൊക്കെയാണ് ഈ മന്ത്രിസഭയ്ക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. Waytonikah.com, the exclusive Muslim matrimonial site.